കിച്ചൺ ടീമിന് വീണ്ടും മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് സാബു. ഫുഡ് കഴിക്കാനിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെഫുമാരെ അടുത്തേക്ക് വിളിച്ചു. അവിടെ ശരണിയും അപ്സരയും വന്നു നിന്ന സമയത്ത് ആരാണ് ഷെഫ് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മെയിൻ ഷെഫ് ശരണിയും അസിസ്റ്റന്റ് ആണ് അപ്സര എന്നും പറയുന്നുണ്ടായിരുന്നു. അല്ല, ഒന്ന് കൈ നീട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോറ് എടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നോക്കിയേ വെന്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോറ് ഇത്തിരി വേവ് കുറവായിരുന്നു. അപ്പോൾ ചോറ് ഇത്തിരി വേവ് കുറവുണ്ട് സർ എന്ന് പറഞ്ഞപ്പോൾ ഒരു മിക്സി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് സർ? അല്ല, അരച്ച് കഴിക്കാനാണ് എന്നാണ് സാബു പറഞ്ഞത്. മൊത്തത്തിൽ കിച്ചൺ ടീമിന് നല്ലൊരു പണിയാണ് കൊടുത്തത്. ഇത് ഈ വേവാത്ത ചോറാണ് നിങ്ങൾ എല്ലാവരും കഴിക്കുന്നതെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് അതൊരു ശീലമായതുകൊണ്ട്, പിന്നെ വിശന്നിട്ട് അത്രയും പറ്റാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾ കഴിക്കും എന്നുള്ള ലെവലിലാണെന്ന് ഋഷി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ചോറ് വെന്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എടങ്കോലിട്ട് കൊടുത്ത് അവിടെ കിച്ചൺ ടീമിനെതിരെ പണിതോണ്ടിരിക്കുകയാണ് അവിടെ സാബു. സത്യത്തിൽ കിച്ചൺ ടീമും പവർ ടീമും തമ്മിൽ ഒരു അടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സാബു അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് HR-ന്റെ അടുത്ത് പറയുന്നുണ്ട്. ഫുഡ് ഭയങ്കരമായിട്ട് വൈകിട്ടാണ് കിട്ടിയത്, അത് അവരുടെ അടുത്ത് ചോദ്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട് HR-ന്റെ അടുത്ത്. അപ്പൊ ഋഷി പറയുന്നുണ്ട് ഞാനൊരു മീറ്റിംഗ് വിളിക്കാം, സംസാരിക്കാം, എന്താണെന്ന് അറിയട്ടെ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ HR-ഉം അതുപോലെ തന്നെ പവർ ടീമും തമ്മിൽ അവര് രണ്ടു കൂട്ടരും കൂടിയിട്ട് അവിടെ കിച്ചൺ ടീമിന്റെ അടുത്ത് ഒരു പൊരിഞ്ഞ അടി വരണം. കഴിഞ്ഞ ദിവസം ഒരു അടി കഴിഞ്ഞതാണല്ലോ, അതിന്റെ ബാക്കി പത്രോണം ഇന്നും ഒരു അടി നടത്താനാണ് സാബുവോട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ലൈവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിനുള്ള ചെറിയ ചെറിയ ബോംബുകളുണ്ടല്ലോ അതോടെ അവിടെയായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സാബു.